ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്ന കണ്ണീരിൽ കുതിർന്ന എൻ്റെ അമ്മയുടെ മുഖം അതൊരു നിമിഷ നേരമെങ്കിലും തെളിഞ്ഞു കാണാൻ, അതിനാണ് വിഷ്ണു ഒരു പെണ്ണിന്റെ നിസ്സഹായതകളെല്ലാം മറന്ന് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പറയൂ, സ്വന്തം അച്ഛനെ തിരിച്ചു കിട്ടാനുള്ള എൻ്റെ സമരത്തിൽ എനിക്ക് താങ്ങായി നിങ്ങളുണ്ടാവുമോ? പ്രതിഫലം ഉറപ്പിച്ചാൽ ആർക്ക് വേണ്ടിയോ ആയുധമെടുക്കുന്ന വിഷ്ണുവിനെ എനിക്ക് കിട്ടില്ല. കാരണം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. 6-ാം വയസ്സിൽ ആയുധം എടുത്തവനാണ് ഞാൻ. ആത്മരക്ഷയ്ക്ക് വേണ്ടി കീറത്തുണിയിൽ ചുറ്റിയെടുത്ത കരിങ്കൽ ചീള്. അന്നു മുതൽ ഇന്നുവരെ ചോരപ്പുഴകൾ ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടുയർത്തിയെടുത്ത സാമ്രാജ്യമുണ്ട്. രക്തത്തിൽ മുക്കി തലയിൽ വെച്ച കിരീടവും. കൊലനിലങ്ങളിൽ മൃഗീയ ബലത്തിന്റെ ചെങ്കോൽ ഉയർത്തി ആർത്തട്ടഹസിച്ചപ്പോഴും ഉള്ളിൽ തേങ്ങിക്കരയുന്ന ഒരു 6 വയസ്സുകാരനുണ്ടായിരുന്നു. അഞ്ജന, അനാഥനാവുന്നതിന്റെ വേദന മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും. മേൽവിലാസമില്ലാത്ത ജീവിതത്തിന്റെ നിന്ന അതും എനിക്കറിയാം. നിനക്ക് ഈ നിമിഷം ഉറപ്പിക്കാം, നിനക്ക് കിട്ടേണ്ടതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. അതിനുള്ള യുദ്ധത്തിൽ നിന്റെ മുന്നിൽ ഞാനുണ്ടാവും. ഒരുപക്ഷെ ഞാൻ വീണുപോയാലും നിന്നെ നീ സ്വപ്നം കാണുന്ന ആ നല്ല ദിവസങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. നന്ദി വിഷ്ണു, നന്ദി. നമ്മൾ തനിച്ചല്ല. എന്റെയും ഏട്ടന്റെയും ഒപ്പം തെരുവിൽ നിന്ന് യാത്ര തുടങ്ങിയവർ മുഴുവനുണ്ടാവും നമ്മോടൊപ്പം. സേനൻ, ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീണിരിക്കാൻ. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഞാൻ സ്വന്തമെന്ന് കരുതിയിരുന്നതെല്ലാം പിടിച്ചടക്കാനാണ് അവളുടെ വരവ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജീവിതം എനിക്ക് മരണതുല്യമാണ്. പറയൂ സേനൻ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ഞാൻ തരാം. നിന്റെ വികാര പ്രകടനത്തിൽ എനിക്ക് താല്പര്യമില്ല. എന്റെ ലാഭമാണ് എന്റെ പ്രശ്നം. അത് ഞാൻ വഴിയെ പറയാം. ഒന്നും നിനക്ക് വിശ്വസിക്കാം. സേനൻ നിനക്ക് വാക്ക് തന്നു. അതിന്റെ അർത്ഥം അവളുടെ ജീവൻ നിനക്ക് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു എന്നാണ്. വരൂ. ഏട്ടത്തി, ഇതാരായത്? എന്താ വിഷ്ണു, ഒടുവിൽ നല്ല ബുദ്ധി ഉദിച്ചോ? അതെ, ഒരുപാട് ചീത്തത്തരങ്ങൾ ഉദിച്ച തലയിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം. അഞ്ജന ഏട്ടത്തി അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ. എന്താ ഇപ്പൊ ഇത്ര മനസ്സിലാക്കാൻ? വിഷ്ണു കൂട്ടിക്കൊണ്ടുവരുന്ന കുട്ടി നല്ലതായിരിക്കും എനിക്ക് ഉറപ്പാ. ഇരിക്കൂ. വേണ്ട ഏട്ടാ, ഇത് അഞ്ജന. അറിയാം. വിഷ്ണു, ഇവളെ തിരിച്ചയച്ചേക്കൂ. ഇല്ല ഏട്ടാ, അഞ്ജനയ്ക്ക് ഇന്ന് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. വിഷ്ണു പറയുന്നത് അനുസരിക്കൂ. ഏട്ടനിത് എന്ത് പറ്റി? ഇവളെ നിനക്ക് രക്ഷപ്പെടുത്താനാവില്ല. വിധി എഴുതപ്പെട്ട ജീവിതമാണ് ഇവളുടേത്. മനസ്സിലായില്ല. പറയുന്നത് അനുസരിക്കുക. വിശദീകരണങ്ങൾ ആവശ്യപ്പെടണ്ട. അരുത് ഏട്ടൻ, അങ്ങനെ പറയരുത്. അഞ്ജനയ്ക്ക് ആരുമില്ല. അത് നമ്മുടെ ജോലി കുറയ്ക്കാൻ ഉപകരിക്കും. അത്രയേ ഉള്ളൂ. എന്താ, അവളുടെ ജീവൻ ആവശ്യപ്പെട്ട ആരെങ്കിലും? ഉവ്വ്, ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞു. ഇല്ല, അങ്ങനെ സംഭവിച്ചൂടാ ചേട്ടൻ. അങ്ങനെ അത് വേണ്ട. അങ്ങനെയല്ലേ പതിവ്? കരാറുകൾ ഞാനല്ലേ സ്വീകരിക്കാറ്? പക്ഷേ പതിവ് തെറ്റിച്ചുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിക്ക് വാക്കുകൊടുത്തു, അവളെ സംരക്ഷിച്ചോളാം. എന്താ പതിവ് തെറ്റിക്കാൻ മാത്രം നിനക്കിതിലുള്ള താല്പര്യം? ന്യായം, സത്യം, ഇതെല്ലാം അഞ്ജനയുടെ ഭാഗത്താണ്. ന്യായവും സത്യവും എനിക്ക് പരിചയമില്ലാത്ത വാക്കുകളാണവ. ചേട്ടാ, നമ്മുടെ മുഴുവൻ ബലം ഉപയോഗിച്ച് ഒരു നന്മയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ. നന്മയും തിന്മയും എന്റെ മുന്നിലില്ല. ഞാൻ കൊടുത്ത വാക്ക് അത് ഞാൻ നിറവേറ്റും. എന്റെ നന്മ എന്റെ വാക്കാണ്. ചേട്ടാ, ഞാൻ അപേക്ഷിക്കാം, ഈ ഒരു കാര്യത്തിൽ ചേട്ടൻ എന്റെ കൂടെ നിൽക്കണം. സാധ്യമല്ല വിഷ്ണു, നീ പിന്മാറുക. അതാണ് വേണ്ടത്. തിരിച്ച് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളതെങ്കിലോ? എങ്കിൽ ഒരു ബലപരീക്ഷണം തന്നെ വേണ്ടി വന്നേക്കും. അയ്യോ, എന്താ ഇത്? ജയന്തി, വേണ്ട വിഷ്ണു, ഞാൻ കാരണം നിങ്ങളുടെ ബന്ധം മുറിയാൻ പാടില്ല. എല്ലാം ഞാൻ തനിച്ച് ഫേസ് ചെയ്തോളാം. ഇല്ല, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തുടങ്ങാനാണ് ഭാവമെങ്കിൽ ശരിക്കും ആലോചിക്കണം. ശത്രുവിനെ ശത്രുവായി മാത്രമേ ഞാൻ കാണൂ. ഏട്ടന്റെ അനിയൻ ഭീരു അല്ലെന്നറിയാലോ. വിഷ്ണു,
നീ കാണിക്കുന്ന ആവേശത്തിന് വലിയ വില നൽകേണ്ടി വരും. സംഹാരമാണ് എന്റെ മൂർത്തി. അതെ, സംഹാരം ശിവന്റെ കർമ്മമാണെങ്കിൽ വിഷ്ണുവിന്റെ ധർമ്മമാണ് സംരക്ഷണം. എല്ലാ ആയുധങ്ങളും തയ്യാറാക്കിക്കോളൂ. നേരിടാൻ ഞാൻ ഒരുക്കമാണ്. എന്താ അഞ്ജു? ഒരു സ്വപ്നം. ഞാൻ ഭയന്നുപോയി. എന്തൊരു വലിയ ടെൻഷനാ നീ തലേ കൊണ്ട് നടക്കുന്നത്. എനിക്ക് ആലോചിക്കുമ്പോ പേടിയാവുക. നീ കരുതുന്നുണ്ടോ എല്ലാം വളരെ എളുപ്പമാണെന്ന്? മേനോൻ സാറ് ഇന്ന് ആ പഴയ പത്രപ്രവർത്തകനല്ല. അറിയാം. ഞാൻ തേടി വന്നത് കേന്ദ്രമന്ത്രിയല്ലല്ലോ, ആ പഴയ പത്രക്കാരനെ തന്നെയാണ്. എനിക്ക് കാണേണ്ടതും തിരിച്ചു കിട്ടേണ്ടതും. അതിനിടയിൽ മരണമടക്കം പലതും നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ വിഷ്ണു, വിഷ്ണു എന്താ ഇത്? എപ്പോഴാ ഇവിടെ? അംഗരക്ഷകന്റെ വേഷമല്ലേ. കരാറിൽ പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും ഇല്ലെങ്കിലും ഇവിടെ രാത്രി ഒരു കാവൽ വേണമെന്ന് തോന്നി. മൈ ഗോഡ്, ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കിടക്കുമായിരുന്നോ? അതെ, എന്തോ ഒരു സ്വസ്ഥത കിട്ടിയില്ല. ഇവിടെ ഉണ്ടാവണമെന്ന് മനസ്സ് പറഞ്ഞു. എതിർപക്ഷത്ത് ചന്ദ്രസേനാണ്. കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നേ പറ്റൂ. അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ മറ്റാരേക്കാളും എനിക്കല്ലേ അറിയാ. ഞാൻ കാരണം വിഷ്ണുവിനുണ്ടായ നഷ്ടങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ തെറ്റാൻ കാരണക്കാരിയായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. എന്തിനാണ് വിഷ്ണു നിങ്ങൾ എന്നോട് ഈ ദയ കാണിക്കുന്നത്? അറിയില്ല. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട്, അല്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയമുണ്ടോ എന്ന് കണ്ടെത്താൻ. എന്തോ എന്നോട് ഇത്തരം വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. സൂക്ഷിക്കുക, കരുതിയിരിക്കുക. ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം മുറുകെ പിടിക്കുക. എന്താ മോനെ? ഞാൻ പറയുന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താ ദേവ, പറയൂ മോനെ. അച്ഛൻ അഞ്ജനെ അമ്മയെ സ്വീകരിക്കണം. ഇത് അവളുടെ വീടല്ലേ. അച്ഛന്റെ സ്നേഹം മുഴുവൻ അവൾക്ക് അർഹതപ്പെട്ടതല്ലേ. വെറും ഒരു ദത്തുപുത്രനായ ഞാൻ ഈ സുഖസൗകര്യങ്ങൾക്കിടയിൽ പ്രസിദ്ധനായ ഒരു അച്ഛന്റെ മകൻ എന്ന മേൽവിലാസവുമായി ജീവിക്കുമ്പോ ഇല്ല, അത് പാടില്ല അച്ഛാ. അഞ്ജന എന്നെ ഒരു ചേട്ടനായി അംഗീകരിക്കുമെങ്കിൽ, ആ അമ്മ എന്നെ മോനെ നിന്ന് വിളിക്കുമെങ്കിൽ എനിക്കത് മതി. ദേവൻ, പാർട്ടി ഓഫീസിന്റെ വെറും ഒരു എക്സ്റ്റൻഷൻ മാത്രമായി ബിൽഡിംഗ് ഒരു വീടാകണ്ടേ അച്ഛാ. ഇനി എന്നെ കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛൻ മടിക്കുന്നെങ്കിൽ അച്ഛന്റെ കാല് തൊട്ട് ഞാൻ പറയാം, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്നും വേണ്ട. എല്ലാം അഞ്ജനയ്ക്ക് കൊടുത്തേക്കൂ. പകരം എല്ലാവരും എനിക്ക് ഇത്തിരി സ്നേഹം തന്നാ മതി. അത് തന്നെ ഒരു അനാഥൻ ആഗ്രഹിക്കാവുന്നതിനപ്പുറത്തല്ലേ. നിനക്ക് എന്താ മോനെ? ഏതോ ഒരു പെണ്ണ് കയറി വന്ന് എന്തോ ഇല്ലാ കഥകൾ പറഞ്ഞെന്ന് കരുതി അങ്ങനെയൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് അച്ഛന് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. മേനോൻ സാർ അവരെ അങ്ങ് സ്വീകരിച്ചിരുന്നെങ്കിലോ? പെണ്ണെ,
അപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ? എന്റെ കൈവെള്ളേ കിട്ടിയാ പിന്നെ രണ്ടിന്റെയും പണി തീർക്കാൻ ഈസി അല്ലേ? സമ്മതിച്ചു, ബുദ്ധി. പക്ഷെ മൂപ്പിൽസ് വീണില്ല. പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്ന ഒരു നടപടിക്കും തൽക്കാലം പുള്ളി തയ്യാറാകുകയില്ല. സിസിലി, നീ മിടുക്കിയാണ്, ബുദ്ധിമതിയാണ്. പക്ഷെ ഈ കാര്യത്തിൽ നിന്നെ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയി. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മേയോനെ തോൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ കിട്ടുന്നത് എന്താണ്? തുച്ഛമായൊരു MP സ്ഥാനം. അതുകൊണ്ട് എന്ത് പുല്ല് നേടാൻ? ഡൽഹിയിൽ ചെന്ന് പാർലമെന്റ് മന്ദിരത്തിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു സീറ്റ്. 0 അവറിൽ മുണ്ടഴിച്ചൊടുക്കാനായി പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. മറ്റെന്തോ കണ്ടിട്ടുണ്ടെന്ന് വേണം ഊഹിക്കാൻ. ഷുവർ. ഈ അവസരത്തിൽ ദേവന്റെ സൗഹൃദം എനിക്ക് വേണം. അവന്റെ വെൽവിഷറായിട്ട് നിൽക്കും. കളിയിൽ അവനെ ജയിപ്പിക്കും. കർമ്മഭൂമിയിലെ മേജർ ഷെയറുകൾ എന്ത് വില കൊടുത്തും കൈക്കലാക്കുക. നിനക്ക് പിടികിട്ടിയോ സിസിലി? പിന്നെ ദേവനുമായുള്ള റേപ്പോർട്ട്, അത് നീയാണ് ഉണ്ടാക്കി തരേണ്ടത്. സമയം വരുമ്പോ. സമ്മതിച്ചു. ഞാനൊക്കെ വെറൊരു ശിശുവാണേ. പിന്നെ എല്ലാം നേടിക്കഴിയുമ്പോ ഈ ഉള്ളവളെ മറക്കരുത്. നല്ല കാര്യം. നിനക്കുള്ള സമ്മാനം അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം. വാ. നീയും ഇങ്ങനെ തളർന്നാലും മോളെ, കുട്ടികളെ വിളിച്ച് അവർക്ക് വല്ല ആഹാരവും കൊടുക്കും. എന്തിനാ മാധവേട്ട ഈ തമ്മിത്തല്ല്? ബാക്കി എല്ലാവർക്കും ഇത്തിരി വിഷം തന്നിട്ടാവായിരുന്നില്ലേ? എന്ത് ചെയ്യാനാ മോളെ, വാശിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഒന്നിനൊന്ന് മേലെയാ. എന്ന് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ രണ്ടുപേരും ഒരറ്റത്തെ പിടിക്ക പതിവുണ്ടായിരുന്നുള്ളൂ. പിടിച്ചാൽ മല മറിച്ചിടുകയും ചെയ്യും. ഇതിപ്പോ രണ്ടറ്റത്തേക്ക് മാറിയിരിക്കുക. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ ഉമ്മറത്തേക്ക് പോകുന്നേ ഇല്ല. അവരോട് പോലും ദേഷ്യ. എന്തിനാ എന്റെ ഈശ്വര ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവനും ഞാനും അഴുക്കുചാലിൽ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഞാൻ വെറും ഏട്ടം മാത്രമായിരുന്നോ? അച്ഛനും അമ്മയും ആയിരുന്നില്ലേ? ഈ നെഞ്ചിൽ ഒട്ടിച്ചേർത്ത് വളർത്തില്ലേ? അവൻ വളർന്നു വലുതായപ്പോ എനിക്ക് അഹങ്കാരം കൂടി. ഒരാനയുടെ കരുത്തെനിക്കുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചു. എവിടെങ്കിലും എനിക്കൊന്ന് കാലിടറിപ്പോയാൽ ഒരു താങ്ങായിട്ട് അവന്റെ കൈകളുണ്ടാവുമെന്ന് ഞാൻ കരുതി. എനിക്ക് ശേഷം എന്നെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ഒരു തണലായിട്ട് അവൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? എവിടെ നിന്നോ വന്ന് കയറിയ ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. പറഞ്ഞ് സബൂറാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ താഴണമെന്ന്, ഞാൻ അവന്റെ കാല് പിടിക്കണമെന്ന്? ഇല്ലേ, ഇല്ല. ഒരുത്തന്റെ മുമ്പില് ചത്ത് വീഴുന്നവരെ അതുണ്ടാവില്ല. പറഞ്ഞോളൂ, എന്താ വേണ്ടെന്ന് വെച്ചാൽ. തമ്മിൽ മുട്ടാൻ വിഷ്ണു തീരുമാനിച്ച സ്ഥിതിക്ക്. അതെ, എത്രയും വേഗം. എങ്ങനെയെന്ന് എനിക്കറിയണ്ട. അവൾ എന്റെ മുമ്പിൽ എത്തണം. സേന, വിഷ്ണു തടയാൻ നിന്നാൽ തട്ടി മാറ്റണം. ജയക്കുട്ടി, ചെല്ല്. എവിടെയടി മറ്റോള്? നീ കാരണം മുമ്പ് ഞങ്ങൾ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയതാ. പക്ഷെ ഇത്തവണ ഇത് സേനു വേണ്ടിയാ. ഒച്ചയും വിളി ഉണ്ടാക്കാതെ മര്യാദക്ക് വണ്ടിയിലോട്ട് ചെന്ന് കയറ്. ഇല്ലെങ്കിൽ വണ്ടി എടുക്കടാ.
ശേഖുട്ടി അവളെ ഇറക്കി വിട്. നടക്കില്ല വിഷ്ണു. തേന്ന ഞങ്ങൾ അയച്ചത്. അതിനിടയിൽ ആര് തന്നെ നിന്നാലും മുഖം നോക്കാൻ ഞങ്ങൾ പൂശും. നീ മാറിക്കേ. ഓ, എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വിടറ അവളെ. വേണ്ട ശേഖുട്ടി, ചോര പൊടിയും. കയ്യോ കാലോ അറ്റുപോയാലേ അത് കാണാൻ നന്നായിരിക്കില്ല.